നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊടിയ യുദ്ധം നടക്കുകയാണ് ഗാസയിൽ. ഖാൻ യൂനിസിൽ നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാരെ ഇസ്രായേൽ സൈന്യം വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും കൂടുതൽ ഹമാസുകാരെ വധിച്ച ദിനമാണ് ജനുവരി മാസം 26-27 എന്ന് ഇസ്രായേലി സേന തന്നെ വിശേഷിപ്പിക്കുന്നു. സൈന്യം പറയുന്നതനുസരിച്ച് ഭീകരന്മാരെ ഇനി ജീവനോടെ പിടിക്കാൻ ശ്രമിക്കുന്നില്ല, യുദ്ധ കുറ്റവാളികളായി കാണുന്നുമില്ല. കാരണം ഇപ്പോൾ അവർ ഭീകരന്മാരാണ്. ഹമാസ് ഭീകരന്മാരെ കൊല്ലാൻ ഇപ്പോൾ എളുപ്പവുമാണ്. ജനങ്ങൾ ഇസ്രായേൽ സേന പറയുന്നത് കേട്ട് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അവശേഷിക്കുന്നവരെല്ലാം ഹമാസ് ഭീകരന്മാരാണ്. കുടിയൊഴിഞ്ഞു പോകുന്ന ജനങ്ങളെയും ഇസ്രായേൽ സേന ചോദ്യം ചെയ്യുന്നുണ്ട്. പേടിത്തൊണ്ടന്മാരായ അനവധി ഹമാസ് ഭീകരന്മാർ ജനങ്ങൾക്കൊപ്പം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും അവരെയും പിടികൂടുകയാണ് ഇസ്രായേലി സേന. ഈ ചിത്രം തന്നെ ശ്രദ്ധിക്കുക. ഖാൻ യൂനിസിൽ നിന്നും ഇസ്രായേൽ സൈന്യം മാറ്റി നിർത്തിയിരിക്കുന്ന പാലസ്തീനികളുടെ ചിത്രമാണത്. അവരെ വിജനമായ ഒരു മൈതാനത്ത് തുറന്നുവിട്ട ശേഷം അവരുടെ ഗ്രാമത്തിലെ വീടുകളും മറ്റും പരിശോധിച്ച് ഹമാസുകാരെ വധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന. രൂക്ഷമായ യുദ്ധമാണ് ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശത്തെ തള്ളി ഇസ്രായേൽ. ഗാസയിൽ വെടിനിർത്തലിന്റെ സാധ്യതയില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു. ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയ ശേഷമേ ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ അംഗീകരിക്കൂ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന ഖത്തറിന്റെ ആവശ്യത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതിനു പിന്നാലെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ ലഘുലേഖകൾ വിതരണം ചെയ്തു ഇസ്രായേൽ സേന. ആ പ്രദേശങ്ങളിൽ കഴിയുന്ന ഗാസാവാസികൾ പൂർണ്ണമായും മാറിപ്പോകണം എന്ന നിർദ്ദേശമാണ് ലഘുലേഖകളിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രദേശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. ഗാസയെ വാസയോഗ്യമല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗാസയെ പൂർണ്ണമായും ഹമാസ് മുക്തമാക്കുക. ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ കൂടി എത്രയും വേഗം കൊന്നൊടുക്കി ഗാസയെ പൂർണ്ണമായും ഹമാസിൽ നിന്ന് മുക്തമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇസ്രായേലിനെ സമ്മർദ്ദത്തിനാക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഖത്തർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഖത്തറിന്റെ നിർദ്ദേശം തള്ളിയ ഇസ്രായേലിനെതിരെ അമേരിക്ക നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ നിലപാടുമായി രംഗത്ത് വന്നു. അനുരഞ്ജന ശ്രമത്തിന് മുൻകൈയെടുക്കുന്ന ഖത്തറിന്റെ നിലപാട് പ്രശംസനീയമാണ്. ആ നിലപാടിനെ പൂർണ്ണമായും തള്ളാനാകില്ല. ഗാസയിലെ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ആ ഇടപെടലുകൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. ഗാസയിൽ 27,000-ഓളം കടക്കുന്നു മരണസംഖ്യ. ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിൽ സാധാരണക്കാരും കുട്ടികളും സ്ത്രീകളുമാണ് ഏറ്റവും അധികം കൊല്ലപ്പെട്ടത്. യുദ്ധം ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ മരണസംഖ്യ വളരെയധികം കൂടുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭയിൽ ദക്ഷിണാഫ്രിക്ക ഒരു ഹർജിയുമായി എത്തിയത്. വംശഹത്യ തടയണം. ഗാസയിൽ നടക്കുന്നത് മനുഷ്യത്വരഹിതമായ വംശഹത്യയാണെന്നും ആ വംശഹത്യ എത്രയും വേഗം തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചത്. ആ അന്താരാഷ്ട്ര കോടതിയുടെ വിധി ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നതായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര കോടതിയുടെ വിധി അംഗീകരിക്കുന്നില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് 2 മാസത്തെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടത്. ഖത്തറിന്റെ നിർദ്ദേശത്തെ പരിഹാസ രൂപേണ തള്ളിക്കളയുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ മറുപടിക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ നിലപാട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതെങ്കിലും രാജ്യം അനുരഞ്ജന ശ്രമത്തിന് മുൻകൈയെടുക്കുകയാണെങ്കിൽ അവരുടെ നിലപാടുകളെ തള്ളിക്കളയാൻ പാടില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഇസ്രായേലിനോട് അമേരിക്ക പറയുന്നത് വെടിനിർത്തൽ കരാർ ഉടനല്ലെങ്കിൽ വലിയ താമസമില്ലാതെ വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെടേണ്ടി വരും. അതിനു മുൻപ് പൂർണ്ണമായും ഹമാസിനെ തുടച്ചു നീക്കുക. ഹമാസിനെതിരെ സമാനതകളില്ലാത്ത പോരാട്ടമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ നടത്തുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ തന്നെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 150-ലധികം വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.
രാത്രിയും പകലുമെന്ന ഭേദമില്ലാതെ കനത്ത റോക്കറ്റ് ആക്രമണവും കനത്ത ഷെല്ലാക്രമണവും നടത്തുകയാണ് ഖാൻ യൂനിസിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന. ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങളിൽ വീടുകളും കിടപ്പാടങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട ഗാസവാസികൾ, പാലസ്തീനികൾ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇപ്പോൾ അന്തിയുറങ്ങുന്നത്. ഖാൻ യൂനിസ് പ്രദേശത്ത് മാത്രം 4 ലക്ഷത്തോളം അഭയാർത്ഥികൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ചയുമാണ് ഇപ്പോൾ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ആവശ്യമായ വസ്ത്രമോ അല്ലെങ്കിൽ മേൽക്കൂരയോ അല്ലെങ്കിൽ കിടപ്പാടങ്ങളോ ഇല്ലാതെ ദുരിതപൂർണമായ ജീവിതം അനുഭവിക്കുകയാണ് ഗാസയിലെ ജനങ്ങളെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നിരന്തരമുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വെറും മൺകൂനകൾ മാത്രമായിരിക്കുന്നു ഗാസയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും. ആ പ്രദേശങ്ങളിൽ ചെറിയ ടെന്റുകളിലാണ് ഇപ്പോൾ പാലസ്തീനികൾ കൂടുതലും കഴിയുന്നത്. കടുത്ത ശൈത്യത്തിൽ അവിടെ വാസയോഗ്യമല്ലാത്ത സാഹചര്യമായി ഗാസ മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കൊടിയ ദുരിതത്തിലാണ് ഗാസയിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ തന്നെ പുറത്തുവിട്ട വിവരങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതേസമയം ചെങ്കടലിൽ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ ഹൂതികൾ ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനെ ആക്രമിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഹൂതികളുടെ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ തകർന്നത്. വലിയ തോതിൽ സ്ഫോടനത്തോടെ എണ്ണക്കപ്പൽ കത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ചെങ്കടലിലേക്ക് കുതിച്ചെത്തിയ ഇന്ത്യയുടെ നാവികസേനയാണ് രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്തതെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ അനുകൂലമുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ബന്ധമുള്ള, അമേരിക്കൻ ബന്ധമുള്ള, ബ്രിട്ടീഷ് ബന്ധമുള്ള ചരക്കു കപ്പലുകളെ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ഹൂതി വിമതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അതിനാവശ്യമായ പിന്തുണ നൽകുന്നത് ഇറാൻ ആണെന്നുള്ള സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇറാന്റെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നതെന്നുള്ള തെളിവുകളാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പുറത്തുവിട്ടത്. ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം താറുമാറായ സാഹചര്യത്തിലാണ് നേരിട്ട് യുദ്ധരംഗത്തേക്ക് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള 5 രാജ്യങ്ങളുടെ സംയുക്ത സൈനിക സഖ്യം രംഗത്ത് വന്നത്. ഹൂതികൾക്ക് നേരെ ശക്തമായ തിരിച്ചടി അമേരിക്ക അടക്കം നൽകിയിരുന്നു. എന്നിട്ടും ഹൂതികളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ആക്രമണത്തിലൂടെ വെളിവാക്കപ്പെടുന്നത്. അതേസമയം അറബിക്കടലിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കുന്നു. ഇന്ത്യയുടെ 10 പടക്കപ്പലുകൾ അറബിക്കടലിൽ എപ്പോഴും നങ്കൂരമിട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ ചെങ്കടലിലേക്കും ഇന്ത്യ തങ്ങളുടെ നിയന്ത്രണം ഇപ്പോൾ ഇതാ ചെങ്കടലിലേക്കും ഇന്ത്യ തങ്ങളുടെ ആയുധശേഷി എത്തിച്ചിരിക്കുന്നു, തങ്ങളുടെ സൈനിക ശേഷി എത്തിച്ചിരിക്കുന്നു. ചെങ്കടലിൽ ബ്രിട്ടീഷ് കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ സഹായവുമായി ആദ്യമെത്തിയത് ഇന്ത്യയുടെ നാവികസേനയാണെന്നുള്ള അഭിമാനകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നേരത്തെയും ലൈബീരിയയിൽ നിന്നുള്ള കപ്പലിനെ കടൽ കൊള്ളക്കാർ ആക്രമിച്ചപ്പോൾ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ INS ചെന്നൈ ആയിരുന്നു. അതിന് പിന്നാലെ INS വിശാഖപട്ടണം ചെങ്കടലിലേക്ക് എത്തി. ഇപ്പോൾ ഇതാ ഇന്ത്യൻ നാവികസേനയുടെ മറ്റൊരു പടക്കപ്പലെത്തി ബ്രിട്ടീഷ് എണ്ണ കപ്പലിനെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ചെങ്കടലിൽ ഇറാന്റെ സഹായത്തോടെ ഹൂതി വിമതർ കനത്ത ആക്രമണമാണ് നടത്തുന്നത്. മറുഭാഗത്ത് ഹിസ്ബുള്ളയ്ക്കെതിരെയും അതുപോലെ സിറിയയ്ക്കെതിരെയും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തുന്നു. ഹമാസിനെതിരെ ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേൽ ആരംഭിച്ച ആക്രമണവും യുദ്ധവും, ആ യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒക്ടോബർ 7-ന് അർദ്ധരാത്രി ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് ഭീകരവാദികൾ നടത്തിയ കൂട്ടക്കുരുതിയാണ് ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനം. 1400ഓളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ ക്രൂരമായും പൈശാചികമായും കൊലപ്പെടുത്തിയ ഹമാസ് ഭീകരതയ്ക്ക് മറുപടിയായിട്ടാണ് ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ആക്രമണം ഇപ്പോൾ 3.5 മാസത്തോളം എത്തിയിരിക്കുന്നു. 27,000-ഓളം അടുക്കുന്നു ഗാസയിലെ മരണസംഖ്യ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഗാസയിലെ ആക്രമണങ്ങൾ. ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി.